അന്നത്തെ നക്സലൈറ്റ് മൂവ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നൊരു സിനിമ എന്നുള്ള രീതിയിൽ അത് സെൻസർ ബോർഡ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതിന് മറികടന്നിട്ട് ആ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകി. കോടതിയിലൊന്നും പോണ്ടി വന്നില്ല. അങ്ങനെ കുറേ സിനിമകളുടെ ചരിത്രമുണ്ടെങ്കിലും പ്രകടമായി രാഷ്ട്രീയം തോന്നിപ്പിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇടപെടലുകൾ നടത്താൻ തുടങ്ങിയത് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. അത് വലിയ കാഠിന്യത്തിലേക്കും പോയി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇതിനൊക്കെ മറികടക്കാനൊക്കെ പറ്റുമെന്ന് അതിനൊക്കെ ചരിത്രകാരന്മാർ വിചാരിച്ചാൽ തിയേറ്റർ റിലീസ് ചെയ്യേണ്ട വെച്ചപ്പോഴേ നിങ്ങൾക്ക് എത്രയോ പ്ലാറ്റ്ഫോംസ് ഇല്ല ഇപ്പോൾ സിനിമ കാണിക്കാൻ. അതെ, നമ്മൾ ഇത്രയധികം മുതൽ മുടക്കിയത് കൊണ്ടാണ് നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്താൽ തിരിച്ചു കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ യൂട്യൂബുണ്ട്, OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വിദേശത്ത് പോയി റിലീസ് ചെയ്യണം. ഇവിടെ അനുവദിച്ചിട്ടില്ലെങ്കിൽ വരുമാനം കുറയുന്നേ ഉള്ളൂ. പക്ഷേ ചാലഞ്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അത് നമ്മൾ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എവിടെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നോ അതിന് ഓവർകം ചെയ്യാനുള്ള ഒരു മരുന്ന് അല്ല ഒരു 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 എന്തായാലും പറയാം ഒരു ക്വസ്റ്റ് നമ്മളുള്ളിൽ ഉണ്ടാവണം.